നിശബ്ദരാക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് നിശബ്ദനായി പോയതുപോലെ തോന്നിയോ ഡ്രോബാക്ക് സിറ്റുവേഷനിൽ? ഇല്ല ഇല്ല, ഞാൻ നിശബ്ദനൊന്നുമില്ല. എന്നെ അങ്ങനെ നിശബ്ദനാക്കാനൊന്നും പറ്റുന്നില്ല. ഞാനൊന്ന് വീണു, ഞാൻ വീണപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരും വീണു. വീണേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ ഒന്ന് വീണു, കയറിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. ഈ സൈനയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടിൽ ഇന്ന് വീണ മുറിവ് നാളത്തെ അറിവല്ലേ എന്നുള്ള വരികളാണ്. അതൊന്ന് പാടിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കരയല്ലേ നെഞ്ചെ കരയല്ലേ, ഇന്നു വീണ മുറിവ് നാളെ അറിവല്ലേ, വീരൻ ഞാൻ വാക്കാണായുധം, വരിയില്ലാഴ കടലും കത്തും, മണ്ണില്ലൻ കാൽ തൊട്ട നാൾ മുതലാരംഭം ഈ യുദ്ധം, ഒരു വേടൻ പോരിൽ ചത്താൽ 1000 ആളായി വീണ്ടും പിറക്കും, എലിയെങ്കിൽ മലയും തുരക്കും, പുലിയെങ്കിൽ പോരിൽ മരിക്കും, പാരി മുഴുവനും എതിരെയെങ്കിലും പാട്ടുകൊണ്ട് ഞാൻ പോര് നടത്തും, ദത്തുപുത്രനാ തെരുവിൻ്റെ രുചി അറിയില്ല അമ്മയുടെ മാറിൻ്റെ, തെരുവിൻ്റെ മോൻ ഞാൻ പാടണ പാട്ടിൽ മുറിവിൻ്റെ തേൻ, തെരുവിൻ്റെ മോൻ ഞാൻ പാടണ പാട്ടിൽ മുറിവിൻ്റെ തേൻ. വേടൻ എന്ന പേര് ചൂസ് ചെയ്യുമ്പോൾ ഇരയാണ്, പക്ഷേ വേട്ടക്കാരൻ്റെ പേരാണ് വേടൻ. ഒരു തരത്തിൽ അങ്ങനെ ഒരു പേരിൻ്റെ ഒരു കോൺട്രഡിക്ഷനൊക്കെ അന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ അതൊരു ജാതി പേര് എന്നുള്ള അർത്ഥത്തിൽ നമ്മളങ്ങനെ അഡ്രസ്സ് ചെയ്യണം, ജാതി പറഞ്ഞ് ജാതിയെ നേരിടണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ വേടൻ എന്ന പേര് തന്നെ ചൂസ് ചെയ്തത്? അതൊരു സമയത്ത് അങ്ങനെയായിരുന്നു. ഒരു സമയത്ത് ഓക്കെ, എന്നെ ഇങ്ങനെയാണ് നിങ്ങൾ വിളിക്കുന്നത് എന്നെങ്കിൽ ഞാൻ അങ്ങനെ ആയിക്കൊണ്ട് തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യാന്നുള്ളതാണെന്ന് ഒരു സമയത്ത്, ഇപ്പോഴൊന്നല്ല, 2 വർഷം മുന്നേ, 2-3 വർഷം മുന്നൊക്കെ. ഇപ്പം അവിടെ നിന്നൊക്കെ മാറി, നമ്മുടെ ഐഡിയ ഒക്കെ അവിടെ നിന്നൊക്കെ മാറി. പിന്നെ വേടൻ എന്നുള്ള പേര്, ഞാൻ ശരിക്കും വേട്ടക്കാരനാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കുറേ വേട്ടയാടിയിട്ടുണ്ട്. ഞാൻ ശരിക്കും വേട്ടക്കാരനാണ്. അപ്പം ഞാൻ അതിനെ അങ്ങനെ മാത്രമായിട്ട് കരുതിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ എവിടെയും ആലോചിക്കാതെ വേറെ ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവുക, നമുക്ക് ബാക്കിലൊരു ഫാമിലി ഉണ്ട്, നമ്മളാണ് ഫാമിലിനെ നോക്കുന്നവർ, നെഡിൽ ആൺ, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നെഡിൽ എന്നുള്ള രീതിയിൽ എൻ്റെ ഫാമിലീനെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ 2 വർഷം മുന്നുണ്ടായിരുന്ന രീതിയിൽ ഞാൻ ഇപ്പോഴും എൻ്റെ വർക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 2 വർഷം കൂടി ഞാൻ ജീവിച്ചിരിക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ചവിട്ടി പിടിച്ചിട്ട് വേടൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും വേടൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നും എനിക്ക് കൂടുതൽ പാട്ടുകളിലൂടെ വരും കാലങ്ങളിൽ പാടാൻ പറ്റണം. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് എന്താ ചെയ്യുക, സാമ്പത്തികമായിട്ട് മുന്നേറാനുള്ള വഴികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് വിത്ത് പൊളിറ്റിക്സ്. ഈ സങ്കടം വരുമ്പോൾ പക്ഷേ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പം ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ഞാൻ പ്രവർത്തിക്കാറുണ്ട്. ഗ്രാസ് റൂട്ട് ലെവലിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാറും, എന്താണ് പറയുക, പൊതുചർച്ചകളിൽ പോയി സംസാരിക്കലും സംസാരം കേൾക്കലും എല്ലാം ഉണ്ട്. അങ്ങനെ, പക്ഷെ അതങ്ങനെ ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളത്. ഞാൻ പ്രവർത്തിക്കാറുണ്ട്. ഞാൻ ഏറ്റവും താഴെയാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോഴും. ഏറ്റവും താഴെയുള്ള ജനങ്ങളുടെ കൂടെ നിന്നിട്ട് നമ്മുടെ നാടിന് ആവശ്യമുള്ള പൊളിറ്റിക്സ് നമ്മൾ എപ്പോഴും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരെ സഹായിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്സ് പാരലായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജാതിയും മതത്തെക്കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. ഇതൊക്കെ കാണുന്ന സമയത്ത് പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ തീർക്കേണ്ടതുണ്ട്. അപ്പം വേടൻ്റെ മനസ്സ് എപ്പോഴും സെൻസിറ്റീവായിട്ടാണ് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഉണരും. പക്ഷേ ചില പൊളിറ്റിക്സിലൊക്കെ നമ്മൾ ചില സമയത്ത് തലവെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇല്ലാതായി പോകുന്ന പേടിച്ചിട്ടൊക്കെ നമ്മൾ മാറി നിൽക്കുമോ? എന്താണ് ഇപ്പോഴത്തെ? അങ്ങനെ ഒരു പേടിയുണ്ട് എനിക്കിപ്പോൾ. കാരണം ഞാൻ തനി മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ പേടിയുണ്ട്. തനി മനുഷ്യനായതിൻ്റെ പേടിയുണ്ട് എനിക്ക്. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ പണിയെടുക്കുന്നത്. എൻ്റെ ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പൊളിറ്റിക്സ് സംസാരിക്കുക ഞാൻ തനിച്ചെടുക്കുന്ന പണിയാണ്. അപ്പോൾ ഞാൻ തനിച്ച് പണിയെടുക്കുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഞാനൊരു പ്രാവശ്യം വീണതാണ്. ഞാൻ വീണപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും വേണം. അപ്പോൾ എനിക്ക് അവരേനെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. ഞാനിപ്പോഴും അതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു പരിപാടി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്, അതൊരു അനുഭവമാണ്. പിന്നെ ആ ഒരു ഇത് വെച്ചിട്ട് തീരെ പൊളിറ്റിക്കൽ അല്ലാതെ എന്ത് നടന്നാലും മിണ്ടാതിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരും. ഞാൻ പാട്ടിലൂടെ എന്നും പ്രവർത്തിക്കും. പാട്ടിലൂടെ എനിക്ക് പറ്റാവുന്ന പൊളിറ്റിക്സ് ഞാൻ പാട്ടിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പഴയ പോലെ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്ന പരിപാടി കുറച്ച് കാലത്തേക്ക് നടക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പാട്ടിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പാട്ടൊരെണ്ണം വരുന്നുണ്ട്, 10 തല എന്ന് പറഞ്ഞിട്ട്. ആ പാട്ടിറങ്ങി കഴിഞ്ഞാൽ ഉമ്മാരെന്നെ വെടിവെച്ചുല്ലോ എന്നുള്ള ആൾക്കാർക്ക് അറിയാം. പാട്ട് രാവണ പെരുമ്പാട്ടനെ കുറിച്ചുള്ള പാട്ടാണ്.
മാസപ്പീൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലേബലിന് വേണ്ടിയിട്ടാണ് ആ പാട്ട് കൊടുക്കുന്നത്. പാട്ടിൻ്റെ പേര് 10 തല എന്നാണ്. 10 തല 10 കല, രാവണ പെരുമ്പാട്ടനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ പാട്ട്. ഏത് നാട്ടിൽ നിന്നാണ് ഇൻസ്പിറേഷൻ? തീർച്ചയായും ശ്രീലങ്കയിൽ നിന്നാണ് ഇൻസ്പിറേഷൻ. രാമായണമാണോ അവിടുത്തെ രാമായണത്തിൽ? അവിടുത്തെ രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പരാമായണത്തിൽ നിന്നാണ് ഇൻസ്പിറേഷൻ. ഇപ്പോൾ നായകൻ രാവണ പെരുമ്പാട്ടനാണ്. രാവണനാണ് നമ്മുടെ നായകൻ. നമുക്ക് രാമനെ അറിയില്ലേ. അപ്പോൾ അതാണ് ഒരു പൊളിറ്റിക്കൽ സോങ് വരുന്നത്. അടുത്തത് ഇച്ചിരി പ്രശ്നം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വ്യത്യസ്തമായ രാമായണങ്ങളുള്ളത് ശ്രീലങ്കയുടെ രാമായണത്തെക്കുറിച്ച് അത്യാവശ്യം ധാരണയുള്ള ഒരാളാണല്ലോ? അല്ല, അത്യാവശ്യം ധാരണയുള്ള ആളെന്നല്ല, ചെറുതായിട്ട് വായിക്കും, ചെറിയ അറിവുകളുണ്ടെന്നുള്ള. അപ്പോൾ ഞാൻ എല്ലാം വായിക്കാനൊന്നും പറ്റിയിട്ടില്ല. കമ്പരാമായണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വായിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ രാവണ പെരുമ്പാട്ടൻ കഥകളൊക്കെ തമിഴിൽ ഞാൻ വായിക്കാറുണ്ട്, ഓൺലൈൻ വഴിയും. എൻ്റെ കയ്യിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട് രാവണ പെരുമ്പാട്ടനെ കുറിച്ച്. രാംലീല മൈതാനത്ത് ആണ്ടുതോറും രാവണ പെരുമ്പാട്ടൻ അമ്പെയ്ത് കൊല്ലുന്നൊരു ഉത്സവം നടക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ഹേറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പൂർണ്ണമായിട്ടും ഒരു ജനസമൂഹത്തിൻ്റെ മേൽ നടത്തുന്ന ഒരു ഹേറ്റഡ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ അതിനെതിരെ ഒരു പാട്ട് എഴുതുക. മര്യാദ പുരുഷൻ അതൊക്കെ പറഞ്ഞു എന്ന് വീട്ടിൽ ആൾക്കാർ കയറി. നമ്മൾ മര്യാദ പുരുഷൻ രാമനെ നമുക്കറിയില്ല, നമ്മൾ രാവണ പെരുമ്പാട്ടൻ്റെ രാവണനെ നമുക്കറിയുള്ളൂ. അപ്പോൾ രാവണനെ കുറിച്ചുള്ള പാട്ടാണ് 10 തല. അത് വേഗം ഉണ്ടാവും. മാസപ്പീൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആ പാട്ടിറക്കും. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും തീർച്ചയായും. വേടൻ ഈസ് എ വാക്കിംഗ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഈ നിറവ്യത്യാസത്തെ കുറിച്ച് നമ്മൾ ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്. നിറങ്ങൾ ഒരുപക്ഷെ ജാതി അല്ലാത്ത നിറവ്യത്യാസം, ജാതിയുടെ നിറവ്യത്യാസങ്ങളുണ്ട്. ഇത് രണ്ടും സെപ്പറേറ്റ് കാണണോ അതേ ഒരുമിച്ച് കാണണോ? നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ആ കാര്യം. എൻ്റെ പെർസ്പെക്റ്റീവ് അല്ല പലർക്കും ഉണ്ടാവും ആ കാര്യത്തിൽ. കളർ ഡിസ്ക്രിമിനേഷൻ ഭയങ്കരമായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനമാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ. എല്ലാവർക്കും നേരിടുന്നുണ്ട്. എല്ലാവർക്കും അതിനകത്ത് ജാതി ഇല്ലാതെ തന്നെ അതിനകത്ത് എല്ലാവരും നേരിടുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിനെക്കുറിച്ച് വേറെ വലിയ കമൻറ്റുകളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് മറ്റേ 4 MA 5 MA ഉള്ള ആൾക്കാരൊക്കെ വേറെ സ്ഥലങ്ങളിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ തെരുവിൻ്റെ മോൻ, പാട്ടിലൂടെ സംസാരിക്കാൻ മതി. ഈ കലയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കലയുടെ ഷേപ്പിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഷേപ്പ്ലെസ് ആയിരിക്കണം, ഇല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു വാർപ്പ് മാതൃകയൊന്നുമില്ല, ഒരു ഷേപ്പ്ലെസ് ആണ്. അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. ചില ശുദ്ധിവാദക്കാരുടെ വാദങ്ങൾക്കെതിരാണ്. കല എന്ന് പറഞ്ഞാൽ ഇന്നതായിരിക്കണം എന്നുള്ളിടത്ത് നിന്നാണ്, ലൈക്ക് അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുക. ഇതാണ് ആർട്ട്, ഇന്നതാണ് ആർട്ട്. ഞാൻ ആർട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അവൻ കൂലിപ്പണിക്കാരനെ കൈ കിരീനണ്ടില്ലേ, പേന പിടിക്കുന്ന കൈയല്ലാതെ. ഞാൻ കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ എനിക്കറിയുന്ന ആർട്ടാണ് എനിക്കറിയുന്ന വഴിയിലൂടെ ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ആൾക്കാരെ അത് അംഗീകരിക്കുന്നുണ്ട്. കലാകാരനാണ് വേണമെന്നുള്ള ആൾക്കാരെ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ കലാകാരനല്ല, ഞാൻ കല പഠിച്ചിട്ടില്ല. അപ്പോൾ കലയ്ക്ക് അങ്ങനെ ഷേപ്പൊന്നുമില്ല. കല ഷേപ്പ്ലെസ് ആണ്, വെള്ളം പോലെയാണ് കല. കലയ്ക്ക് അങ്ങനെ ഷേപ്പൊന്നുമില്ല. കലയ്ക്കൊരു ഷേപ്പുണ്ട്, എല്ലാത്തിനും ഒരു ഷേപ്പും വിശുദ്ധിയൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. ഈ വിശുദ്ധി ഉണ്ട് എന്ന് പറയുന്ന സാധനത്തിനെ ആദ്യം തല്ലി പൊട്ടിക്കണം. അങ്ങനെ ഒന്നിനും ഒരു വിശുദ്ധിയും ഒന്നിനും ഒരു ഷേപ്പും അങ്ങനെയൊന്നുമില്ല കലയ്ക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ കലയ്ക്കൊരു ഷേപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ വളരില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും അത്ര വളർച്ചയുള്ള ആർട്ടിസ്റ്റ് ഒന്നുമല്ല. പക്ഷെ കലയ്ക്ക് അങ്ങനെ ഷേപ്പൊന്നുമില്ല. തീർച്ചയായിട്ടും. ഈ എൻജോയ് മീ ചെയ്യുന്ന സ്ഥലത്ത് പലതരത്തിൽ രാഷ്ട്രീയ മാനങ്ങളുണ്ടെന്ന് പറയും പോലെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഡ്രംസൊക്കെ ആദിമ വിഭാഗത്തിൻ്റെ ഒരു പറയരുടെ പെരുമ്പറ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ളൊരു ഇൻസ്ട്രുമെൻ്റ് തന്നെ ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ വേടൻ്റെ പാട്ട് മഞ്ഞുമേൽ ബോയ്സിൽ വരുമ്പോൾ ആധുനിക ഇൻസ്ട്രുമെൻറ്റ്സ് കൂടെ ഉപയോഗിക്കുന്ന രീതിയിൽ വേടൻ്റെ രാഷ്ട്രീയം കുറേ കൂടെ ബ്രോഡ് ആവുകയാണ്. എന്ന് വെച്ചാൽ കുറേ സ്ഥലത്തൂടെ എത്തുകയാണ്. അങ്ങനെ തന്നെ ചിന്തിക്കേണ്ട, നമ്മൾ കുറേ കൂടെ ആൾക്കാരിലേക്ക് എത്തുകയാണെന്നുള്ള അർത്ഥത്തിൽ അത് പോസിറ്റീവായിട്ട് കാണണം. എന്നാൽ ഈ പറയുന്ന രീതിയിലുള്ള കൃത്യമായ രാഷ്ട്രീയമുള്ള മറ്റൊരു പാട്ട് നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഉപയോഗത്തെക്കുറിച്ച് കുറച്ചുകൂടെ പോപ്പുലാരിറ്റി കിട്ടുന്നത് നല്ലതാണോ? എങ്ങനെയാണ് വേടൻ അതിനെ നോക്കിക്കാണുന്നത്? ഇവിടെയുള്ള ചേർമറന്മാര് പഞ്ചാമയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബേസിക് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അതിനിങ്ങനെ ഒരു വാക്ക് പറയും, തോൽക്കരുവികളിൻ തായ് എന്നാണ് പറയുന്നത്. അതായത് തൊലി ഉപയോഗിച്ചിട്ടുള്ള വാദ്യോപകരണങ്ങളുടെ അമ്മയാണ് എന്ന് പറയും. ഭയങ്കര വേൾഡ് വൈഡ് മ്യൂസിക്കാണ്. പറയടിച്ച ഡാൻസ് കളിക്കാത്ത ആരാളെ. അപ്പൊ ഭയങ്കര വേൾഡ് വൈഡ് മ്യൂസിക്കാണ്. എൻ്റെ സംഗീതത്തിനകത്ത് ഉപയോഗിക്കണം. എനിക്കറിയാം പറയടിക്കാൻ, ചെറുതായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ സംഗീതം ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ന്യൂജൻ മ്യൂസിക്കാണ്. എപ്പോഴും പുതിയ കാര്യങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരിക എന്നുള്ള സാധനമാണ്. അതിനകത്ത് നമ്മൾ
പഴയ ഇൻസ്ട്രുമെൻസും ഒക്കെ ഇട്ട് പുതിയ രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ട് ഇറക്കുന്നു, പുതിയ ആൾക്കാർക്ക് അത് കേൾപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ. മ്യൂസിക് ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നില്ല. മ്യൂസിക് ഇൻസ്ട്രുമെൻസും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് പറയ പോലെയുള്ള ഇൻസ്ട്രുമെൻസ് ഒന്നും, പറയൊക്കെ അടിക്കണായിട്ട് ആർക്കെങ്കിലും വെറുതെ ഇരിക്കാൻ തോന്നുന്നു? സീരിയസ്ലി തുള്ളും. ആരും തുള്ളിപ്പോവും. പറയൊക്കെ അടിക്കണായിട്ട് കഴിഞ്ഞാൽ വികലാംഗം വരെ എനിച്ച് ഡാൻസ് കളിക്കും. പറയ്ക്ക് അതിനുള്ള എനർജി ഉണ്ട്. എൻ്റെയും ഒരു പഴയ തമിഴ് ഇൻസ്ട്രുമെൻസുകൾ, നമ്മുടെ ആദിക്കൂടിയുള്ള ഇൻസ്ട്രുമെൻസുകൾ റാപ്പിലൂടെ പുതിയ സംഗീതത്തിലൂടെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിലൂടെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ പുതിയ സംഗീതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ഒരു വലിയ ഒരു ഇത് കൊണ്ടുവരും, നമുക്ക് വലിയൊരു ബാനറിലേക്കാണ് നമ്മളത് എത്തിക്കുന്നത്. നമ്മൾ അതിനകത്ത് പറയും കൊണ്ടുവരാൻ പറ്റും, പറയും കൊകിലും തപ്പും എല്ലാം അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ആർട്ട് ഭയങ്കര ഷേപ്പ്ലെസ് ആണ്. ആർട്ടിനകത്ത് എന്തും കൊണ്ടുവരാൻ പറ്റും. നമ്മൾ മുമ്പ് സംസാരിക്കുമ്പോൾ ടി.എം. കൃഷ്ണയുടെ മൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പാരിയൊക്കെ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന വിപ്ലവ പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ളൊക്കെ വിപ്ലവങ്ങളൊക്കെ എപ്പോഴാണ് നമ്മൾ വേടനിൽ നിന്ന് പ്രതീക്ഷിക്കുക? സമയമെടുക്കും. സമയമെടുക്കും എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്നൊക്കെ അറിയാം. പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളുള്ള ഉണ്ടാവുന്നിടത്താണ് വേടൻ ഉണ്ടാവുക. വേടൻ എന്ന് പറഞ്ഞ ഒരാളല്ല, ഞാൻ എന്നെ അല്ല ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഇപ്പോൾ ടി.എം. കൃഷ്ണ സാർ ചെയ്യുന്ന പോലെ അത്രയും റെബലൈസ് ആയിട്ടുള്ള പരിപാടികൾ നമ്മൾ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ എൻ്റെ ആർട്ടിലൂടെ ഞാനൊരു ചെറിയ രീതിയിലെങ്കിലും ആൾക്കാരെ ഒരു പുരിതലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്, ഒരു മനസ്സിലാക്കൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടി.എം. കൃഷ്ണ അത് വലിയൊരു ബാനറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ നടക്കുമായിരിക്കും. നമ്മുടെ ഒരു വർക്കിംഗ് സ്റ്റൈലും അങ്ങനെയാണല്ലോ, അങ്ങനെ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം. നമ്മുടെ ഒരു പാട്ട് കേട്ടിട്ട് രണ്ടു പേർക്കെങ്കിലും ഒരു പുരിതലുണ്ടായി, ഒരു മനസ്സിലാക്കലുണ്ടാവുക എന്ന് പറയുന്നിടത്താണ് നമ്മൾ വർക്ക് ചെയ്യണത്. നമ്മുടെ ആർട്ട് ജയിക്കുന്നതും അവിടെയാണ്. അപ്പോൾ ടി.എം. കൃഷ്ണ സാറൊക്കെ അതിൽ ജയിച്ചിരിക്കുന്നവരാണല്ലോ. നമ്മൾ ചെയ്യണല്ലോ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. കാത്തിരുന്നിട്ട് നമുക്ക് പതുക്കെ പരിപാടി നടത്താം.